Hello, welcome back to my channel. കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഓരോ തിരക്കായിട്ട് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഫ്രണ്ടിൻ്റെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞങ്ങളത് നടത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം കുറച്ച് പോകാനുണ്ട്. സാധാരണ നമ്മൾ മഞ്ചേരിയൊക്കെയാണ് ആക്കലുള്ളത് ഇങ്ങനത്തെ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു വെറൈറ്റിക്ക് വണ്ടൂരാണ് ആക്കിയിട്ടുള്ളത്, അവിടെ ഒരു പാർക്കിൽ. അങ്ങനെ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ബലൂൺസും ടിഷ്യൂ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ ബലൂണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അതൊന്നും അവിടെ അലൗഡ് അല്ലായിരുന്നു. ബലൂൺസ് പാർട്ടി പോപ്പറൊന്നും അലൗഡ് അല്ല. പക്ഷെ ഞങ്ങൾ അറിയാതെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പ്ലാൻ ചെയ്ത കറക്റ്റ് സമയത്തൊന്നല്ല കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. ഒരു 9:30-ക്കെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്തിയപ്പോഴത്തേനും 11 മണി ആവാനായിട്ടുണ്ട്. ഇത് അറിയണോണ്ട് തന്നെയാണ് 9:30 എന്ന് പറഞ്ഞിട്ടുള്ളതും. കാരണം 9:30 എന്ന് പറഞ്ഞാൽ ഈ സമയത്തെങ്കിലും എത്തുള്ളൂ. 10 മണി 11 മണിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഉച്ചാവും എല്ലാവരും എത്താനത്. പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ അധികം സമയമൊന്നും കളയാതെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്യാണ്. ആ ഒരു വൈറ്റ് ക്ലോത്താണ് ബാക്ക്ഗ്രൗണ്ടിൽ വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ആർഭാടാക്കിയിട്ടൊന്നും നടത്തണ്ട എന്നുള്ളത്. കാരണം കൂടുതലും അങ്ങനെയല്ല എല്ലാവരും ബ്രൈഡ് ടു ബി നടത്താറുള്ളത്. കുറേ പ്രോപ്സും കേക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ബലൂണും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും വേണ്ട, അങ്ങനെ സിമ്പിളായിട്ട് പിക്നിക് തീമിലൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉണ്ടോ കൂടുതൽ കുറച്ചും കൂടെ മറ്റേതിനേക്കാളും ഇഷ്ടം. അപ്പോൾ അത് പിന്നെ ബലൂൺസ് വിചാരിച്ചിരുന്നത് ആദ്യം ഹൈഡ്രജൻ ബലൂൺ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അത് 2-3-4 വെക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ വാങ്ങിയതാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റിയിട്ടില്ല, അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും അത് എടുത്തിട്ടില്ല. പിന്നെ വാങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസും അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാണ്. പിന്നെ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അവൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യലുണ്ട്. ഞങ്ങളിപ്പം ബെൻഡോ കേക്കിനാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തീമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓളെ ഡ്രസ്സിൻ്റെ കളറും പിന്നെ അതിൽ വൈറ്റ് ഫോണ്ടിൽ ചെറുതായിട്ടൊരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേക്ക് അവിടുന്ന് ഇവിടെ എത്താൻ കുറച്ചധികം ദൂരമുണ്ട്. ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തു നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓള് അവിടുന്ന് പിന്നെ മഞ്ചേരി വന്ന് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ വണ്ടൂർ വന്നപ്പോഴത്തേന് കേക്ക് ആ ഒരു ക്രീം കുറച്ച് മെൽറ്റായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ എവിടെയോ ചെറുതായി തട്ടിയിട്ട് ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെറിയൊരു പാറ്റേണൊക്കെ കൊടുത്തിട്ട് സ്ട്രോബെറീസൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ സ്ട്രോബെറീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തും ഭയങ്കര എസ്തറ്റിക് ലുക്ക് ആവണതുകൊണ്ട് തന്നെ കേക്ക് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാണ്. അധികം ഞങ്ങളന്ന് വാങ്ങിയിട്ടുള്ള സ്നാക്സ് ഐറ്റംസും പിന്നെ ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് കേട്ടുള്ളത്. പിന്നെ പിസ്സ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ അതിന് പിന്നെ പറ്റിയില്ല, സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒന്ന് ഓർഡർ ചെയ്യാട്ടോ ചെയ്തത്. 2-3 ഷോപ്പിൽ വിളിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് അങ്ങനെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പിന്നെ നല്ല വീഡിയോ എടുക്കലും നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഞാൻ ബ്രൈഡിന് വീഡിയോ എടുത്ത് കൊടുക്കുക, റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊക്കെ ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിസ്സ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി ഞാൻ ഇതിനുള്ളിൽ കയറ്റാൻ അയക്കൂലേന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതും പിന്നെ വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വെയിലില്ലാത്തൊരു മൂലക്കൽ പോയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ആകുമ്പം അങ്ങനെ അധികം ആളും ഇല്ല, അത്ര വെയിലും ഇല്ല. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ജ്യൂസ് ഒഴിച്ചിട്ടുള്ളത്. കാരണം ഈ കപ്പല്ലേ, അപ്പം ഇങ്ങനെ നിലത്തും കൂടെ വെച്ചുകൊണ്ട് തന്നെ എപ്പോഴാണ് മറിയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുടിക്കുന്നതിൻ്റെ മുന്നെയാണ് അത് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഓൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് കേക്കും പിസ്സയും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിസ്സ ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാതെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വിശന്നിക്കണോണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്തയും അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നിക്കാഹിൻ്റെ അന്നാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. രണ്ടും 2 വീഡിയോ ആക്കി ഇടാനില്ലാത്തതുകൊണ്ടാണ് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നിക്കാഹിനിടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് എനിക്കാണെങ്കിൽ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഫുൾ ഫ്ലെയറിൽ അനാർക്കലി ടൈപ്പ് വേണം എന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു ഒറ്റ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം അങ്ങനെ തന്നെ റെഡിമെയ്ഡ് കിട്ടാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്.
ഇത് ടോപ്പും ഷോളും പാൻറ്റും ഒക്കെ സെയിം മെറ്റീരിയലാണ്. പിന്നെ ടോപ്പ് ഞാൻ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഇൻവിസിബിൾ സിബും പിന്നെ ഫ്രണ്ടിൽ ടെക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ മാത്രം ചെറിയൊരു ഡിസൈൻ കേട്ടോ. ഷോളിൽ വെച്ച സെയിം ലേസ് കൊണ്ട് തന്നെ വീനക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സ്ലീവ് പഫ് സ്ലീവ് കുറച്ച് ലൂസാക്കിയിട്ട് താഴെ എലാസ്റ്റിക് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത്. പിന്നെ ഷോള് 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. ലേസ് വാങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇനി ഓവർ ആവുമോ എന്നുള്ളത്. അത്യാവശ്യം വീതി ഉണ്ടല്ലോ, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ബാക്കിയൊക്കെ പ്ലെയിൻ അല്ലേ. പിന്നെ പാൻസ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട്, കംപ്ലീറ്റ് പലാസോ പോലെയല്ല, പക്ഷേ സ്ട്രെയിറ്റ് കട്ടിൽ കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരു സെറ്റ് ബാംഗിൾസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, കാരണം ഇയറിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ബാംഗിൾസിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കുറച്ച് എൻ്റെ കയ്യിലുണ്ട് കളക്ഷന്, മുന്നേ വാങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതും പിന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളൊരു സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും രണ്ടും കൂടെ അങ്ങനെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ അതേപോലെ എപ്പോഴെങ്കിലും നമ്മൾ പാർട്ടി വെയർ ഒക്കെ എടുക്കുമ്പം അതിക്ക് മാച്ചായിട്ടുള്ളത് വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങി വെക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെറ്റാണ് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം എനിക്ക് സൈസ് ഓക്കെ അല്ല, അപ്പോൾ പിന്നെ അങ്ങനെ വേറെ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷം പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഓളെ നിക്കാഹ് പരിപാടി ഉള്ളത്. ഒരു 4 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ. പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഓൾ റെഡി ആകുമ്പം ഹെൽപ്പ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോകാനും ഉണ്ടല്ലോ. പിന്നെ പുറത്ത് ആവശ്യത്തിൽ കൂടുതൽ വെയിലുള്ളതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു എൻവൈബേൻ്റെ സ്ട്രോക്ക് ക്രീമും കൂടെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ്. ഇതല്ലാതെ വേറൊരു മേക്കപ്പ് പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ ഐലൈനർ ഉണ്ട്, കാജലുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, അത്രയും ഉള്ളൂ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി വെക്കണ സ്വഭാവം കറൻ്റ്ലി എനിക്കില്ല. പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അനിയത്തി ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ ഉള്ളടത്ത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ള വളയും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ചുണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് സ്ലീവ് എങ്ങനെ വേണം എന്നുള്ളതേനു കേട്ടോ ഭയങ്കര ഡൗട്ട്. കാരണം എനിക്ക് സ്ലീവിൽ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി വേണം. ഇത് ഭയങ്കര വെറൈറ്റി ആണെന്നല്ല, പക്ഷേ എനിക്ക് സ്ലീവ് എപ്പോഴും നോർമൽ ആവണേനേക്കാളും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വള ഇടണമെന്ന് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വള ഇടാൻ പറ്റുന്ന ഒരു ഫുൾ സ്ലീവിൽ വരുന്ന ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഫുൾ സ്ലീവ് വേണം, എനിക്കിങ്ങനെ കയ്യിൽ വള ഇടാനും പറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവ് ആക്കിയാൽ അതിന് പറ്റുമല്ലോ, അങ്ങനെ കുറച്ച് ലൂസായിട്ട് നിൽക്കണോണ്ട് തന്നെ. അപ്പോൾ താഴെയാണ് എലാസ്റ്റിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വള ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 കയ്യിലും ഉള്ള വളയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കമ്മൽ പിന്നെ ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് സ്റ്റോണിൽ ഓഫ് വൈറ്റിലൊക്കെ വരുന്നപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ഉണ്ടല്ലോ അത്. പക്ഷെ അത് നോക്കിയപ്പോൾ എനിക്ക് ഏതും അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ വീട്ടിൽ വന്ന് നോക്കിയപ്പം ഈ കമ്മൽ ഡ്രസ്സ് കിട്ടി നോക്കിയപ്പോൾ നല്ല മാച്ച് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വൈറ്റിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് തോന്നി. അങ്ങനെ പിന്നെ ഇതന്നെ ആക്കാൻ കരുതി. ഇത് കാണാൻ ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. പിന്നെ ഈ ഒരു റിങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങണതിന് മുന്നെയാണ് കേട്ടോ ഓൾക്ക് നിക്കാഹിനാമൻ്റെ ഫ്രെയിം വേണമെന്ന് ഓൾറെഡി എൻ്റെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യണത്. എനിക്കാണെങ്കിൽ തലേ ദിവസം പനിയൊക്കെ ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും പോണതിന് മുന്നേ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ പ്രിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഈ ഒരു ഫ്രെയിമിൽ വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്. പിന്നെ മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് ചെയ്ത് കവറിലാക്കി വെക്കുന്നുണ്ട്. ഇതപ്പോൾ A4 സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നിക്കാഹിനാമ ചെയ്യണത്. ആദ്യം മോൾ എനിക്ക് മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ വെച്ച് ബുക്ക്ലെറ്റ് പോലെ ചെയ്യൂലേ, ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഗോൾഡൻ കളറിലുള്ള അക്രിലിക് കട്ടൗട്ടിൽ പേരൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ. പിന്നെ ഓൾ തന്നെ വിചാരിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ആർഭാടാക്കണ്ട, നിക്കാഹല്ലേ, അപ്പോൾ സിമ്പിളായിക്കോട്ടെ, കല്യാണത്തിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാമെന്നുള്ള രീതിക്ക് ഓൾ പറഞ്ഞെന്ന ഫ്രെയിമായിട്ട് അങ്ങനെ സിമ്പിളായിട്ട് മതി, സ്റ്റാൻഡേർഡായിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രെയിമൊക്കെ നോക്കിയതിന് ഞങ്ങൾ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് വേണ്ടല്ലോ, പക്ഷേ ഞാൻ ഗ്ലാസ് ഇട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. ഗ്ലാസും ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് റിസ്ക് ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ പെന്ന് ഞാനങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടണതുകൊണ്ട് അത് തന്നെയാണ് നല്ലത്. ഒരു പെന്ന് മാത്രം ചെയ്യാൻ കുറച്ച് പണിയാണ്. അതിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങുമ്പോഴത്തേന് ഈ ഒരു റേറ്റ് ആവും.
പിന്നെ ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുന്നേ പോയി വാങ്ങിയതാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞ് ബാഗില്ല. ഒരു വൈറ്റ് ഉണ്ട്. പക്ഷേ അതിലങ്ങനെ സാധനങ്ങളും കൊള്ളൂല. ഇതിലും കുറേ കൊള്ളൂന്നില്ല. പക്ഷെ എന്നാലും അത് ഇങ്ങനെ അതിൻ്റെ സ്ലിങ് ചെറുതായിട്ട് പോരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിയതാണ്. ഇത് ഞാൻ ഡ്രസ്സൊക്കെ മാച്ചാക്കി വൈറ്റ് വാങ്ങിയതൊന്നല്ല കേട്ടോ. എനിക്ക് അവിടെ പോയപ്പം ഇഷ്ടമായത് ഇതേ ഉള്ളേനു ഈ ഒരു സൈസിൽ. അപ്പോൾ അത് വാങ്ങിയതാണ്. ഇതിലപ്പോൾ അത്യാവശ്യം സാധനങ്ങളെ കൊള്ളുള്ളൂ കേട്ടോ. കുറേ ഒന്നും കൊള്ളൂല. ഫോണും പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും ടിഷ്യൂവും പൈസയൊക്കെ വെച്ചപ്പോൾ അത് സെറ്റായി. പിന്നെ ചെരുപ്പ് ഞാൻ എൻ്റെ വൈറ്റ് ഹീൽസ് ഉണ്ടല്ലോ പെരുന്നാളിന് ഇട്ടിട്ടുണ്ടേന് അത് ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേന്. പക്ഷേ ഇട്ടാൽ എനിക്ക് നടക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. അന്ന് തന്നെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടൊക്കെ പോയതെന്ന് എനിക്കേ അറിയുള്ളൂ. അതുകൊണ്ട് കംഫർട്ടായിട്ടുള്ളത് തന്നെ ഇടാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഇറങ്ങി. വീട്ടിൽ നിന്നൊക്കെ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലും ഇറങ്ങിയപ്പോഴത്തിന് അത്യാവശ്യം അങ്ങനെ ഇരുട്ട് മൂടിയ പോലെയൊക്കെ മഴ പെയ്യാനുള്ളൊരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓളിനെ വിളിച്ചിട്ട് കുറച്ച് ബേബി സ്പ്രത്തിൻ്റെ ഫ്രഷ് ഫ്ലവർ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾക്ക് റോസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജിപ്സം ഫ്ലവർ കിട്ടാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ ഇവിടുന്ന് അങ്ങനെ വാങ്ങിപ്പോയി. പിന്നെ ബാക്കി ഫ്രണ്ട്സും വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ബസ്സിൽ പോവാണ്. ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഇത്തിരി നടക്കാനും കൂടെ ഉണ്ടായിരുന്നു. മെയിൻ ടൗണിൽ തന്നെയാണ് കേട്ടോ വീട്. കുറച്ച് നടക്കാനേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഉച്ചയായപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓളെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കിയാര മേക്ക് ഓവർ എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ കുറേ സാധനങ്ങൾ അതുകൊണ്ട് ഓളെടുത്തുണ്ട് കേട്ടോ. ഓളിങ്ങനെ ബ്രൈഡ്സിനെ ഒരുക്കാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഓളാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതൊക്കെ. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഓളെല്ലാം ബെഡിൽ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് നോക്കിയാൽ ഞങ്ങളെ മെയിൻ പരിപാടി. പിന്നെ ഓളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും കൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വല്ലാതെ ഒരുങ്ങാതെ വന്നിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് വന്നിട്ട് മാറ്റാന്നുള്ള രീതിക്ക്. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത്. വൈകുന്നേരമാണ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേന് എത്തിയോണ്ട് തന്നെ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ മാറ്റാൻ വേണ്ടി നിൽക്കാമെന്ന് കരുതി. അപ്പോൾ ചോറും ചിക്കൻ കറിയും പപ്പടും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് വിളമ്പി കറി കൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓളമ്മ നെയ്ച്ചോറും കൊണ്ട് വരുന്നത്. എനിക്ക് ഈ മട്ടരീൻ്റെ ചോറ് തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും പറ്റുന്നല്ല. ഞങ്ങളാണെങ്കിൽ നെയ്ച്ചോറുള്ളത് കണ്ടിട്ടും ഇല്ലേന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വിളമ്പിയിട്ടല്ലുള്ളത് സാരില്ല, ഞങ്ങൾ വേറെ എടുത്ത് തിന്നോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ രണ്ടാമത് നെയ്ച്ചോറൊക്കെ വിളമ്പി കഴിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓള് റെഡിയാകാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടോ. അപ്പോൾ ഓള് ഡ്രസ്സ് ചെയ്ത് പിന്നെ ഓളെ ഹെയർ കുറച്ച് ക്രിംപ് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് മേക്കപ്പൊക്കെ പിന്നെ ഓൾ ഒറ്റയ്ക്കനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രെയിമും വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഗ്രൂം വന്നിട്ട് ഓരെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ അടുക്ക് തന്നെ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അപ്പവും പൊറോട്ടയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും വേറെ എന്തൊക്കെയോ 1-2 സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഓളെ കൂടെ ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പോകാൻ നേരത്താണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക് കുടിക്കണത്. വന്ന സമയത്ത് പിന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.